നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ഞാനും നിങ്ങളൊക്കെ കാത്തിരുന്ന നമ്മുടെ ഹാരി റിവിയുടെ 10,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു യൂസർ റിവ്യൂ ആണിത്. ഞാൻ ശരിക്കും 5000 കിലോമീറ്ററിൽ പ്ലാൻ ചെയ്ത വീഡിയോ ആയിരുന്നു ഇത്. 2500 കഴിഞ്ഞു, 5000 കഴിഞ്ഞു, 7500 കഴിഞ്ഞു, സെക്കൻഡ് സർവീസും കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ 12000 കിലോമീറ്റർ നമ്മുടെ ഹരിമോൻ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 10,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുള്ള എൻ്റെ ഇത്രയും നാളത്തെ 3 മാസമായി. സെപ്റ്റംബർ മേടിച്ച വണ്ടിയാണ്, ഡിസംബർ ആയിട്ടുണ്ട്. ജാനുവരി ആയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ബൈ ദ വൈ. 3 മാസത്തെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ യൂസർ റിവ്യൂയിലേക്ക് സ്വാഗതം. ഹാരി റിവി ശരിക്കും EV കാറ്റഗറിയിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യം ടാറ്റ എല്ലാവർക്കും സംശയം ഉള്ളിൽ കാണുമെന്ന് എനിക്കറിയാം. ആ ഒരു പേടിയോടുകൂടി തന്നെയാണ് ഞാനും എടുത്തത്. അങ്ങനെ തന്നെയാണ് നമ്മൾ 5000 കിലോമീറ്ററിന് മുമ്പുള്ള റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 10,000 കിലോമീറ്റർ കവർ ചെയ്ത സമയത്ത് ഇപ്പോൾ 12,000 കിലോമീറ്റർ ആവാറുള്ള സമയത്തും എനിക്ക് ധൈര്യമായി പറയാം, ടാറ്റയുടെ വണ്ടികൾക്ക് അസ് ഓഫ് നൗ ഇതുവരെ ഈ വണ്ടി വഴി കിടക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ഹാരി റിവിയിൽ 9000 കിലോമീറ്റർ ആയ സമയത്ത് ലെഫ്റ്റ് സൈഡിലെ ടയർ അങ്ങ് റീപ്ലേസ് ചെയ്തായിരുന്നു. ലിറ്ററലി ലെഫ്റ്റ് സൈഡിലെ ടയർ ഫുൾ തേഞ്ഞ് തീർന്നു പോയി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ മെയിൻ കാരണം അനാവശ്യമായ ആക്സലറേഷൻ. രണ്ടാമത്തെ കാര്യം പ്രോപ്പർ അലൈൻമെൻറ്റ് ചെക്ക്. എൻ്റെ വണ്ടിക്ക് റിപ്പോർട്ട് അവർ നോക്കിയ സമയത്ത് റിപ്പോർട്ട് പ്രകാരം വണ്ടി കിട്ടിയപ്പോഴേ അലൈൻമെൻറ്റ് പോയി കിടക്കുകയായിരുന്നു. നമ്മളെപ്പോഴും നമ്മൾ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഷോറൂമിൽ നിന്ന് കിട്ടുന്ന വണ്ടികൾക്ക് നമ്മൾ അങ്ങനെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാറില്ല. അവരെല്ലാം ക്വാളിറ്റി ചെക്ക് PDA ചെയ്തിട്ടായിരിക്കുമല്ലോ തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ വണ്ടിയിൽ ലെഫ്റ്റ് സൈഡിലെ ടയറിന് അലൈൻമെൻറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ 9000 കിലോമീറ്റർ 4000 കിലോമീറ്ററിൽ ഞാനിത് 1500 കിലോമീറ്റർ രജിസ്റ്റർ ചെയ്തു. 4000 കിലോമീറ്റർ ആയപ്പോൾ കോൾ ബാക്ക് കിട്ടി. 9000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ടയർ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാത്ത ടയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണണ്ടേ? താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം, ഡൗൺ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം 11,000-12,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ് ചെയ്യാത്ത റിയർ ടയർ. ഈ റിയർ ടയർ എടുത്ത് പറയാൻ കാരണം ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. സോ കാല് കൊടുക്കുമ്പോൾ നേരെ പവർ പോകുന്നത് ടയറിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ടയറിന് ഭയങ്കരമായ രീതിയിലുള്ള തേയ്മാനം വരുന്നുണ്ട്. ഇനി 1500 കിലോമീറ്റർ മാത്രം ഓടിയ പുതിയ ടയർ. 1500 കിലോമീറ്റർ മാത്രം ഓടിയ പുതിയ ടയർ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ ലുക്കിൽ നമുക്ക് ഈ ടയർ കാണാൻ സാധിക്കത്തില്ല. ഇപ്പോഴത്തെ ഈ സോഫ്റ്റ് കമ്പൗണ്ട് ടയറിൻ്റെ പ്രത്യേകതയാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലുക്കിൽ കാര്യമില്ല, പക്ഷേ കിടന്ന് ഓടിക്കോളും. 10, 20, 25 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ടയറുകളുണ്ട്. പിന്നെ അറിയാമല്ലോ, ഈ വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് ഈ 3 മാസത്തിനിടയ്ക്ക് ഞാൻ 30 തൊട്ട് ഏറിപ്പോയി കാണും പല കാര്യങ്ങൾക്കും. EV ഹേറ്റേഴ്സിന് പൊങ്കാലയിടാൻ ഞാൻ നൈറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അല്ലാതെ ഉണ്ട്. എനിവേ, നിങ്ങളെല്ലാം കണ്ടു കാണും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വണ്ടി ഒന്ന് കടലിലിറക്കിയായിരുന്നു. അത് പ്രോപ്പർ എക്സ്പ്ലനേഷനും കൂടെ ഈ ഒരു വീഡിയോയിൽ തരാമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും പറയുന്നത് EV ഭയങ്കര പവറുള്ള വണ്ടിയല്ലേ, അതിന് ഫോർച്യൂണർ ഇട്ടാണ് നമ്മൾ വലിച്ച് തിരിച്ച് കയറ്റിയത്. എന്തുകൊണ്ട് EV കാർ കയറിയില്ല എന്നുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ദാണ്ട് ഇത് പിടിച്ചോ. ഈ വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. 4x4, അതായത് 4 വീൽ ഡ്രൈവ്, അതായത് QWD, ടാറ്റയുടെ QWD തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്. ആ വണ്ടി ആണെങ്കിൽ പോലും ആ ബീച്ചിൽ ഞാൻ ഇറക്കിയ ആ ഒരു മണ്ണിൽ സർവൈവ് ചെയ്യില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടയറാണ്. അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ടയർ കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഹാരിയർ EV, B6, XEV9, ഇപ്പോൾ ഈ ഇറങ്ങുന്ന 9S ആണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും EV സ്പെസിഫിക് ടയർ, അതായത് ഭയങ്കര സോഫ്റ്റ് കോമ്പൗണ്ട് ടയറാണ് നമ്മുടെ ഇപ്പോഴത്തെ EV കാറുകളിലെല്ലാം 19 ഇഞ്ചിൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ടയറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്രിപ്പ് കുറഞ്ഞ്, അതായത് ഓൾ ടെറൈനിൽ ഓടിക്കാൻ പറ്റുന്ന സെറ്റപ്പല്ല. ഇതെല്ലാം ഹൈവേ ടയേഴ്സ് ആയിരിക്കും. കാരണം കൂടുതൽ കംഫോർട്ടും ഭയങ്കര സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് നമ്മളെ കംഫോർട്ട് കൂട്ടി ഓടിക്കാൻ സെറ്റപ്പ് തരുന്ന അങ്ങനത്തെ കാറ്റഗറി ടയേഴ്സാണ് നമ്മുടെ ഈ വണ്ടികളിലുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് പെട്ടെന്ന് ബീച്ചിൽ ഇറക്കുമ്പോൾ ഓഫ്കോഴ്സ് വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. 2.5-2.7 ടൺ വെയിറ്റ് ഈ ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ 2500ഓളം കിലോ ഭാരമുള്ള ഈ ഒരു വണ്ടി പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് താന്നു പോകും. അങ്ങനെ താന്നിട്ട് ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഒരു കുഴൽക്കിണർ കുഴിക്കുകയുണ്ടായിരുന്നു. അതാണ് സംഭവിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഫോർച്യൂണർ ഫ്രണ്ടിൻ്റെ ഉള്ളത് കൊണ്ട് പുള്ളി വന്ന് വലിച്ചെടുത്തത് കൊണ്ട് ആ വണ്ടിക്ക് ടയർ ഗ്രിപ്പുള്ള ഓഫ് റോഡ് സ്പെക്ക് ടയറാണ് കയറുന്നത്. അതുകൊണ്ടാണ് ആ വണ്ടി കയറി. പിന്നെ ഫോർച്യൂണറാണ് ഞാൻ ഇറക്കിയ സ്ഥലത്ത് ഇറക്കിയിരുന്നെങ്കിലും അവിടെ മുങ്ങിപ്പോകുന്നുള്ളത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് വണ്ടിയുടെ പ്രശ്നമല്ല, ടയറിൻ്റെയും പിന്നെ ഇറക്കിയതിൻ്റെയും കൂടെ പ്രശ്നമാണ്. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓക്കെ, ഇനി ഹാരിയർ EV ലാഭമാണോ അല്ലയെന്ന് ഞാൻ ചോദിക്കാം. 30 ലക്ഷം രൂപയ്ക്ക് ഞാനെടുത്ത സാധനമാണിത്. ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ് 75 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന മോഡലാണിത്. ഇതിൻ്റെ മുകളിൽ QWDയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിത് പറഞ്ഞൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ലാഭമാണോ അല്ലയെന്ന് ചോദിക്കുന്ന സമയത്ത് ലാഭമാണോ അല്ലയെന്ന് ചോദിക്കുന്ന സമയത്ത് മെയിൻ ചോദ്യം വരുന്നത് ഇതിൻ്റെ റേഞ്ചാണ്.
കമ്പനി 500 കിലോമീറ്റർ റിയൽ ലൈഫിൽ പറയുന്ന വണ്ടിക്ക് എൻ്റെ ഓടിപ്പിന് എനിക്ക് കിട്ടുന്നത് 400 മാക്സിമം എൻ്റെ ഓടിപ്പിന് ഈ വണ്ടിക്ക് കിട്ടുന്നത് 400 കിലോമീറ്റർ റേഞ്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഈ 400 കിലോമീറ്റർ എന്തുകൊണ്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഈ കയ്യിലിരിപ്പ് കാരണമാണ്, എൻ്റെ ഈ കാലുകൊടുപ്പ് കാരണമാണെന്ന് ഞാൻ എഴുതി തരാം. ഇ വിക്ക് നല്ലപോലെ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളിൽ മെയിൻ. ആദ്യത്തേത് ആക്സിലറേഷനാണ്. അനാവശ്യമായ ആക്സിലറേഷനും ഈ പറയുന്ന പോലെ ലൈക്ക് ഇ വി ആണ് ഭയങ്കര ടോർക്കാണ്, നമ്മൾ കാല് കൊടുക്കുമ്പോൾ കയറും. അപ്പോൾ ഈ നമ്മൾ മറ്റേ സ്ട്രെല്ല് എവിടെയോ പറഞ്ഞ പോലെ ഞാൻ ടോപ്പ് സ്പീഡിൻ്റെ ആളല്ല ആക്സിലറേഷൻ്റെ ആളാണെന്ന് പറയുന്ന പോലെ ആ ഒരു കാറ്റഗറി വരുന്ന ആളായിരിക്കും ഞാൻ. ടോപ്പ് സ്പീഡിന് ഉപരി ആക്സിലറേറ്റ് ചെയ്ത് ഇങ്ങനെ ടോപ്പിൽ ഫ്രണ്ടിൽ പോവുക എന്നുള്ളൊരു ഓവർടേക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ ടയറിൻ്റെ ഒരു കംപ്ലൈൻറ്റും ഇങ്ങനെ റേഞ്ചിൻ്റെ ഒരു പ്രശ്നവും വന്നിട്ടുള്ളത്. കാരണം നമ്മൾ പവർ ഉള്ളതുകൊണ്ട് കാല് കൊടുക്കും അങ്ങനെ കൊടുത്ത് ഈ പറയുന്ന റേഞ്ച് വളരെയധികം എനിക്ക് ഡ്രോപ്പ് ആവുന്നുണ്ട്. 400 കിലോമീറ്ററൊക്കെ കഷ്ടി ഒരു 5% 10% എത്തിയാൽ പോലും 400 to 420 എനിക്ക് മാക്സിമം റേഞ്ച് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഈ QWD അല്ല ഒറ്റ മോട്ടറേ ഉള്ളൂ. റിയർ വീൽ ഡ്രൈവിലുള്ള വണ്ടികൾക്ക് 500 കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. QWDയിൽ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് റിവ്യൂവിനകത്ത് പുള്ളി പറയുന്നുണ്ട്, മറ്റേ സ്റ്റെൽത്ത് എഡിഷൻ്റെ പുള്ളി അതിനകത്ത് 500 കിലോമീറ്റർ പുള്ളിക്ക് QWD കിട്ടുന്നുണ്ട്. നല്ലപോലെ ഓടിച്ചു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടും. അപ്പോൾ ലാഭത്തിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഈ വണ്ടി ഫുൾ ചാർജ് ആവാൻ എടുക്കുന്നത് വീട്ടിലാണെങ്കിൽ 750 രൂപയാണ്. 10 രൂപ യൂണിറ്റിന് കൂട്ടിയാൽ 750 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ സോളാറാണോ ഉള്ളതുണ്ടെങ്കിൽ ആ ഒരു കാര്യം ലിറ്ററലി നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. കാരണം സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കാർ, സീറോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടയറിൻ്റെ കേസല്ല, അതിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് റണ്ണിങ് കോസ്റ്റായിട്ട് ഈ ഒരു EV നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇനി മുതലാവുമെന്ന് ചോദിച്ചാൽ ഈ 30 രൂപ നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്ത സാധനം എപ്പോഴാണ് നിങ്ങളുടെ റണ്ണിങ് കോസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്ത് തിരിച്ച് കറക്റ്റ് ഈ വണ്ടിയുടെ വില ചില EV പറഞ്ഞു കേട്ടിട്ടില്ലേ, ചില EV കാർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ ഓടി മുതലാക്കി വണ്ടിയെക്കാട്ടി വില നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ള രീതി. അത് ഈ പറയുന്ന ഈ സൈസുള്ള അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റ് വരുന്ന വണ്ടി നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് ജസ്റ്റ് പ്രീമിയം സെഗ്മെൻറ്റിലുള്ളൊരു കാറ്, ഇപ്പോൾ B6 എടുക്കുവാണെങ്കിലും ഹാരിയർ എടുക്കുവാണെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഈ ഓടി മുതലാക്കുക എന്നുള്ളൊരു തോട്ട് കൊണ്ടുവരണ്ട. അത് മാക്സിമം പോയ വിൻസർ വരെ, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വണ്ടികളിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം നടക്കില്ല. വൈദ്യുതി നമ്മൾ വണ്ടിയുടെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എനിക്കൊന്ന് യൂട്യൂബിൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ 3060 ഈ നമ്പറിൻ്റെ കഥ നമ്മൾ റീല് സെപ്പറേറ്റ് ചെയ്യാം, കുറച്ച് കഥകൾ അതിനകത്ത് പറയാനുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ടെമ്പററി രജിസ്ട്രേഷൻ ആയിരുന്നു വണ്ടിയുടെ ഇത്. ആൻഡ് നമുക്ക് റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയും ചാർജിങ്ങിൻ്റെ ടൈമിനെ കുറിച്ച് പറയാം. വീട്ടിലാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും എനിക്ക് എടുക്കുന്നത് 8 hours to 9 hours ആണ്. അതായത് ഒരു 10% നിന്നും 100 ആക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും 100% കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യ സാഹചര്യങ്ങൾ മാത്രമേ 90-95 എടുത്തുകൊണ്ട് പോകാറുള്ളൂ. അല്ലാത്ത പക്ഷം 100% കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി പുറത്തു പോകുന്ന DC ഫാസ്റ്റ് ചാർജ് ആണ് ചെയ്യുന്നതെങ്കിൽ 60 കിലോവാട്ടിൻ്റെ ചാർജറിലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആവാൻ ശ്രമിപ്പിക്കാറുണ്ട്. KCB ചതിച്ചില്ലെങ്കിലും 20% നിന്ന് 80-85 ആവാൻ വേണ്ടി ഈ പറഞ്ഞ ഒരു 1.5 മണിക്കൂർ എടുക്കാറുണ്ട് 60 കിലോവാട്ട് ചാർജറിൽ. നേരെ മറിച്ച് 90 കിലോവാട്ട് ചാർജറിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു 40 മിനിറ്റ്സ് കൊണ്ട് ഈ പറഞ്ഞ ഒരു 20% നിന്ന് 95% സുഖമായിട്ടാവാറുണ്ട്. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയല്ല. പക്ഷേ എല്ലാ വണ്ടിക്കുള്ള കുറവുകളൊക്കെ പോലെ ഈ വണ്ടിക്കും കുറച്ച് കുറവുകളുണ്ട്. ടാറ്റയുടെ ഇപ്പോൾ നമ്മൾ നെക്സോൺ എടുത്ത് നോക്കുവാണെങ്കിൽ നെക്സോൺ ഇഷ്ടംപോലെ ബഗ്ഗും കാര്യങ്ങളുണ്ട്, വഴി കിടക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ബഗ് എന്ന് പറയുന്ന സംഭവം ഇൻറ്റേർണലിയും ആൻഡ് എക്സ്റ്റേണലി വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള, എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഡി ആവുന്ന രീതിയിലുള്ള ബഗ്ഗുകൾ ഈ വണ്ടിയിൽ എനിക്ക് റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലോഗോസിൻ്റെ ഷൂട്ട് ചെയ്യാൻ മറ്റേ മഞ്ഞ B6 ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അവരുടെ ഗാരേജിന് മുമ്പ് ഞാൻ വണ്ടി കൊണ്ടിട്ടിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അവർ പറഞ്ഞു ജസ്റ്റ് വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടേക്ക് നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടി മാറ്റിയിടാൻ വേണ്ടി നോക്കിയ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കുറേ നേരം ഞാൻ വെച്ചാൽ ആദ്യം താക്കോലിൻ്റെ ഇഷ്യൂ, നമ്മൾ ഹാരിയർ EVക്ക് ടോപ്പ് എൻഡിൻ്റെ താക്കോലിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ള ഒരു ബാറ്ററി ഇഷ്യൂ പറഞ്ഞായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് അതിൻ്റെ വല്ല പ്രശ്നമാണ്. പക്ഷേ അതല്ല, ഈ വണ്ടിയുടെ ബാറ്ററി കംപ്ലീറ്റ്ലി ഇതിൻ്റെ മെമ്മറി റീസെറ്റ് ആയിപ്പോയി. അതായത് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ വണ്ടിയിലോട്ട് പോകുന്നില്ല. പണിയാൻ അറിയാവുന്ന ആൾക്കാരുള്ളത് കൊണ്ടും നമ്മുടെ ചാച്ചു ബ്രോ അവിടെ ഉള്ളതുകൊണ്ടും പുള്ളി സ്പാനർ എടുത്ത് 10-ൻ്റെയോ 12-ൻ്റെയോ 9-ൻ്റെ അങ്ങനെ സ്പാനർ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി തുറക്കാൻ പറ്റിയത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഊരിയിട്ട് വീണ്ടും റീകണക്ട് ചെയ്തപ്പോൾ ബാറ്ററി വീണ്ടും റീസ്റ്റാർട്ടായി. നമുക്കറിയാം EVയുടെ ബാറ്ററി ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെ എല്ലാം 12 വോൾട്ടിൻ്റെ ബാറ്ററിയൊക്കെ ഭയങ്കര ഹൈഡ് ചെയ്ത് ഭയങ്കര ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോണറ്റിലെ ഒന്നാമത്തെ കാര്യം ഒന്നും ഇല്ല, അത് വേറെ കാര്യം. അന്ന് ശരിക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജിന് കാണിക്കുമല്ലോ, അവിടെ മൈനസ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് ലിറ്ററലി ബഗ് അടിച്ച് കിടക്കുമായിരുന്നു സംഭവം. നമ്മുടെ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആയി എന്നുള്ള വാണിങ്ങും അതിനകത്ത് എഴുതി കാണിച്ചു. അങ്ങനെ വീണ്ടും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇനിയും ഈ വണ്ടിയുടെ റൈഡിംഗ് കംഫോർട്ടിനെ പറ്റി
പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും ഈ പറയുന്ന V6 എടുക്കാതിരുന്നതിൻ്റെ മെയിൻ റീസണും ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടാണ്. ലൈക്ക് പാസഞ്ചറിനാണെങ്കിലും പാസഞ്ചറിലാണെങ്കിലും ചവിട്ടി കയറുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ സിയാറയുടെ പോലെ പ്രശ്നമൊന്നുമില്ലെന്നാണ് കേട്ടെ. ലൈക്ക് ഭയങ്കര കംഫോർട്ടാണ്. ഇൻറ്റീരിയർ നല്ല രസമാണ്. ഫുൾ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ ഒരു സാധനം കണ്ടോ, ഇത് മാറ്റണം. ഇത് ഇതുവരെ മാറ്റിയില്ല, ഇത് മാറ്റണം. നമ്മൾ 70 മാറ്റി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി ഇന്നലെ ബീച്ചിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കഴുകാനൊന്നും പറ്റില്ല, അകത്ത് മൊത്തം മണ്ണ. പിന്നെ ഒരു ദിവസമല്ല 2-3 ദിവസമായിട്ട് നമ്മുടെ കാറിൻ്റെ 2-3 തവണയായിട്ട് ഞാൻ കണ്ടു, നമ്മുടെ കാറിന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇടയ്ക്ക് ബഗ് അടിച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്യാമറ ഇടയ്ക്കൊന്ന് ബഗ് അടിച്ചിട്ടുണ്ട്. എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാറുന്നുമുണ്ട്. അതൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. ചില സമയത്ത് കീ പണിമുടക്കാറുണ്ട്. ചില സമയത്ത് ഡിറ്റക്റ്റ് ചെയ്യാത്തൊരു പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 2 കൊട്ട് കൊടുക്കുമ്പോൾ ശരിയാവും. ബാറ്ററി ലൂസ് ആവുന്നതാണോ, എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ താഴെ വീഴുന്നുണ്ടെന്നാണോ അറിയത്തില്ല. ചിലപ്പം ബാറ്ററി തീരാറാവുന്നതിൻ്റെ ഒരു സൈനായിട്ട് വേണമെങ്കിലും കാണിക്കാം. പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, വണ്ടി നമ്മൾ 5-6 ദിവസം എടുത്തില്ല, നമ്മൾ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ട് പോവാണ്, ലൈക്ക് പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ബാറ്ററി ഡ്രോപ്പ് ആവുമോ എന്നുള്ളത് ഒരു വലിയ കൺസേൺ ആണ്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് ഞാൻ വണ്ടി എങ്ങും എടുക്കാതെ ഒരു സ്ഥലത്ത് തന്നെ വീട്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1% 5 ദിവസത്തിനുള്ളിൽ കുറഞ്ഞിട്ടുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടു. 1% മാത്രം. അത് ചിലപ്പം ഞാൻ വണ്ടി ഒന്ന് വീട്ടിലോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. മേ ബി 98 ഇട്ടിട്ട് 97 എനിക്ക് വണ്ടി കിട്ടിയത്. എനിക്ക് 4 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടാണ്, അല്ലേ? 4 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടാണ്. എന്നാലും ലൈക്ക് അപ്പോൾ അതിനർത്ഥം വലിയ ഡ്രോപ്പൊന്നും ഈ 5-6 ദിവസം ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാസമൊക്കെ അടുപ്പിച്ച് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2% മേ ബി കുറയുമായിരിക്കും. പിന്നുള്ള മെയിൻ കൺസേൺ, ഈ 5 ദിവസം ഞാൻ വണ്ടി എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ സ്ക്രീൻ ലോക്ക് നോക്കിയ സമയത്ത് സ്ക്രീൻ ഫുൾ റീസെറ്റ് ആയി. അതായത് എൻ്റെ ആപ്പിൾ കാർപ്ലേ, എൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ, ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിരുന്ന ആമസോൺ അലക്സ, ഇതെല്ലാം ലൈക്ക് സൈൻ ഔട്ട് ആയിപ്പോയി. ഒന്നേന്ന് എനിക്ക് ചെയ്യേണ്ട രീതിയിൽ സെറ്റായി വന്നിരിക്കുകയായിരുന്നു. ലൈക്ക് എല്ലാം ഒന്നേന്ന് റീപെയർ ചെയ്യേണ്ട രീതിയായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മെമ്മറി ലോസ് ആവുന്നതായിരിക്കും. മേ ബി മെമ്മറിയുടെ കാര്യം പറയാം. മെമ്മറി സീറ്റ് ചില സമയത്ത് മെമ്മറി സീറ്റ് മറന്നു പോകും മെമ്മറി ഏതാണെന്ന്. ഞാൻ 1 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ അനിയത്തിക്കും 3 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കും സാധാരണ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ 3 ചില സമയത്ത് 3 സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇതെൻ്റെ അനിയത്തിയുടെ പൊസിഷനാണ്, ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി. അത് ഞാൻ 1 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഞെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മറന്ന് കിടക്കും. എന്തായാലും മേ ബി എൻ്റെ കൈ തന്നെ കൊണ്ടിട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെമ്മറി സീറ്റ് ആണെന്നുള്ള കാര്യം മെമ്മറി സീറ്റ് മറന്നു പോകുന്നതായിരിക്കും. പിന്നെ ഗിയർ ലിവറിൻ്റെ കാര്യം, ഇവിടെ ഇതുവരെ നമുക്ക് PPF ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. PPF ഇത് കട്ടിങ്സ് ആമസോണിലൊന്നും കിടക്കുന്നുണ്ട്, ഇതുവരെ മേടിക്കാൻ പറ്റിയിട്ടില്ല. ഗിയർ ലിവർ ഇത് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ആവുന്നുണ്ട്. ഈ സംഭവം നഖം കൊള്ളുന്നതാണ്. ആക്ച്വലി സ്ക്രാച്ച് അല്ല, പാട് വീഴുന്നുണ്ട്. എൻ്റെ നഖം കൊള്ളുന്നതാണ്. വെപ്രാളത്തിൽ ഗിയർ ഇടുമ്പോഴേ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഗിയർ സമയത്ത് സ്ക്രാച്ച് ആവുന്നതാണ്. ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി റിവേഴ്സ് ഇട്ടിട്ട് ഡ്രൈവ് ഇടാൻ വേണ്ടി പോയി, ഡ്രൈവ് ഇട്ടിട്ട് കാല് കൊടുത്തു, പക്ഷേ ഡ്രൈവ് വീണില്ല, റിവേഴ്സ് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു മതിൽ ഇടിച്ചുകൊണ്ട് പോയി കാണാൻ, ഭാഗ്യത്തിൽ ചവിട്ടിയപ്പോൾ കിട്ടി. ബ്രേക്കിംഗ് ഈസ് ഓസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബ്രേക്കിംഗ്. ചവിട്ടുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. മഴയത്ത് നല്ല സ്പീഡിൽ പോയാലും അത്യാവശ്യം നല്ല കൺട്രോൾ ഈ വണ്ടി തരുന്നുണ്ട് എന്നുള്ളതൊരു മെയിൻ പോയിന്റാണ്. ലോങ് ഡ്രൈവ് പോകാൻ നേരത്ത് ഭയങ്കര കംഫോർട്ടാണ്. ഓടിക്കുന്ന ആൾ ക്ഷീണിക്കത്തില്ല. അൺലെസ് ഭയങ്കര സൈസുള്ള ആളാണ്, എന്നെ പോലുള്ള ആളാണെങ്കിൽ മേ ബി കുറച്ചൊരു 700-800 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കാലുവേദന എടുത്തേക്കാം. കാരണം തൈ സപ്പോർട്ട് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഈ ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ തൈ സപ്പോർട്ട് അത്ര വലിയ പറയാനൊന്നുമില്ല. തൈ സപ്പോർട്ട് ഇപ്പോൾ സിയാറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിയാറയുടെ നമ്മൾ കണ്ടല്ലോ, കുറച്ച് നല്ല ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അത് ഒഴിച്ചാൽ ബാക്കി പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി സാധനമാണ്. ഇതിനകത്ത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജല്ല, ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ട്. അത് പ്രോപ്പർ വർക്കിംഗ് ആണ്. എനിക്ക് അത് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. വയർലെസ് ചാർജറിൻ്റെ കാര്യം, വയർലെസ് ചാർജർ വൻ ശോകമാണ്. അതായത് വയർലെസ് ചാർജർ ഫോൺ വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ 5% കയറി എന്നുള്ള മട്ടാണ്. ഞാൻ ഐഫോണും വെച്ച് നോക്കി, സാംസങ്ങും വെച്ച് നോക്കി, ഒരു രക്ഷയില്ല. വയർലെസ് ചാർജർ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹാരിയർ EVയുടെ 10,000 റിവ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. കാര്യമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഭയങ്കര രസമാണ് ഗൈസ്. നമുക്ക് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലിയെ പോലെയാണ്, ഫാമിലിയിൽ ഒരാളെ പോലെയാണ് എനിക്ക് എൻ്റെ ഈ കാറ് ഹാരിയർ EV. കാരണം അത്ര മോഹിച്ച് ആശിച്ച് കൊതിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല, അതുവരെ കാര്യം EMIയുടെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ഹാരിയർ EVയുടെ ഇടാം. ഇത്രയൊക്കെയുള്ള എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ എനിക്ക് പറയാൻ നിങ്ങളായിട്ടുള്ളത്. ബാക്കി കംപ്ലയിൻസ് ആയിട്ട് ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം, ആ ഒരു പ്രതീക്ഷയിൽ. വൈപ്പർ എന്നിട്ടാ വൈപ്പർ കണ്ട, വൈപ്പറൊക്കെ വർക്ക് ചെയ്യും. കണ്ട, വെള്ളം
പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ഈ സാധനം കണ്ടു ഇതിങ്ങനെ ഈ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്നത് കണ്ടോ അത് എനിക്കറിയത്തില്ല വണ്ടി വലിയ ഗ്ലാസ് ആയതുകൊണ്ടും വൈപ്പർ എത്തിപ്പിടിക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത്ര സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും